ഹായ്, വെൽക്കം ബാക്ക് ടു അട്ടും കൂട്ടും. ഇന്ന് ഏപ്രിൽ 11. ഏപ്രിൽ 11. ഇന്ന് ഞാൻ പഠിച്ച കോളേജിന്റെ ഗ്രാജുവേഷൻ ചെയ്ത കോളേജിന്റെ അലുമിനി മീറ്റാണ്. പോലീസ് വീട്ടുകാർ നിങ്ങൾക്കറിയോ പരിപാടിയുടെ MC ഞാനാണ്. അപ്പോൾ ഇന്നത്തെ അലുമിനി മീറ്റിന്റെ കൂടുതൽ വിശേഷമൊക്കെ കാണാം. ഓക്കെ, വാ. പറയാനുണ്ട്, പക്ഷെ അതൊക്കെ കുറച്ച് എന്റർടൈൻമെന്റ്സിന് ശേഷമാവാം. പിള്ളേർക്കുള്ള കുറച്ച് കളികളും എല്ലാവരും ഒന്ന് സെറ്റ് ആയതിനു ശേഷം നമുക്ക് വീട്ടിൽ പറഞ്ഞിരിക്കാം. ഓക്കെ, അപ്പൊ പിള്ളേർക്കായിട്ടുള്ള മത്സരം നമുക്ക് ആരംഭിക്കാം. അതിനുശേഷം പറഞ്ഞാൽ മതി നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ. അപ്പം ആദ്യം ഞാൻ ഡ്രൈവർക്കലല്ലേ നടക്കുന്നത്. കുട്ടികളെല്ലാവരും എന്താ പ്രൈസ്? ഒരുപാട് പ്രൈസ് അടുത്ത ഗ്രൂപ്പിലിട്ടോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. വാശിയേറിയ മത്സരമാണ് ഇനി നടക്കാൻ പോണത്. ഗ്യാപ്പ് കൊടുക്കുക. കാലം കടന്നുപോയാലും ചില ഓർമ്മകൾ ഹൃദയത്തിൽ തന്നെ പതിഞ്ഞങ്ങനെ നിൽക്കും. സുഹൃത്തുക്കളുടെ ചിരികളും കോളേജ് ദിനങ്ങളിലെ കൗതുകങ്ങളും എല്ലാം അവിടെ ഉണ്ടാവുന്ന ഓരോ നിമിഷവും ഒരിക്കൽ പിന്നോട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം നിറയ്ക്കുന്ന ഓർമ്മകളായിരിക്കും. ഓർമ്മ 2025 എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. MS കോളേജ് പല ബാധ്യതകളെ പഠിച്ചറിഞ്ഞ നിങ്ങൾ ഓരോരുത്തരും ജീവിതത്തിൽ ഓരോ വഴികളിലെത്തി. പക്ഷെ ആ കോളേജ് ഡേയ്സ്, അതിലെ മെമ്മറീസ് നിങ്ങൾ ഇന്ന് ചേർത്ത് നിർത്തുകയാണ്. ഇന്ന് 150+ മെമ്പേഴ്സ് ഉള്ള MES ഖത്തർ മാറമ്പള്ളി ഖത്തർ ചാപ്റ്ററിന്റെ ഒരു പ്രൗഡ് മൊമെന്റ് ആണ് നിങ്ങൾക്ക് എല്ലാവരും, അല്ലേ? എല്ലാവർക്കും ഒരു പ്രൗഡ് മൊമെന്റ് അല്ലേ? ഈ 150 മെമ്പേഴ്സ് എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റിയില്ല. എന്നാലും ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരും ഈ കൂട്ടായ്മയെ കംപ്ലീറ്റ് ചെയ്യുവാണ്, അല്ലേ? നിങ്ങൾക്ക് തോന്നുന്നില്ല അങ്ങനെ? കാലങ്ങൾ മാറിയാലും ആളുകൾ മാറിയാലും ചില ബന്ധങ്ങൾ നമ്മൾ എപ്പോഴും ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കും. പേരിൽ തന്നെ ഇതെല്ലാം ഇല്ലേ? നിങ്ങൾക്ക് പല ഓർമ്മകളും വരുന്നില്ലേ? പിന്നെ ഇന്ന് ഓർമ്മകൾ തീർത്ത ഉത്സവമാണ്.
Once again, I welcome you all to this wonderful evening of MES Marambilli College Qatar Chapter Alumni Orma 2K25. ഇനിയിപ്പോ നിങ്ങൾ എക്സിക്യൂട്ടീവ്സ് നിങ്ങളോട് ഒഫീഷ്യലായിട്ടൊന്ന് വെൽക്കം പറയണമെന്ന് പറഞ്ഞു. അതില് ഇന്നത്തെ നിങ്ങൾക്ക് സ്വന്തം സെക്രട്ടറി ആണോ? My partner is right. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ എസ്പെഷ്യലി എല്ലാവർക്കും എന്നെ അറിയാം. എന്റെ പേര് സോന നിഷ. ഈ അല്ലാത്ത മെമ്പേഴ്സിന് ഇപ്പൊ നമ്മള് എല്ലാവരും ഒരേ കാലഘട്ടത്തിലല്ലല്ലോ കോളേജിൽ പഠിച്ചത്, അപ്പൊ അതും അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. എന്റെ പേര് സോന നിഷ. എന്നിൽ ഇപ്പോൾ നിക്ഷിപ്തമായിട്ടുള്ള കർമ്മം വരാൻ സ്വാഗതം അറിയാവുന്നതാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാല് എന്തോ അപ്പൊ ഇത് ഒരുപാട് ഫോർമലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസൾട്ട് പകരക്കാരിയായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പൊ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനും അതുപോലെ തന്നെ എല്ലാ MES മെമ്പേഴ്സിനും ഫാമിലിക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒറ്റവാക്കിൽ ഞാനിവിടെ സ്വാഗതം പറയുകയാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു വൈകുന്നേരം അടിച്ചു പൊളിക്കുകയാണ്. കോളേജ് കഴിഞ്ഞ് മക്കള് കോളേജിലായി. ഏത് ബാച്ച് ഇറങ്ങിയതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, എല്ലാവരും യങ്സ്റ്റേഴ്സ് ആണ്. നിങ്ങളിപ്പോ ഇപ്പൊ പഠിച്ചിറങ്ങിയാലും തോന്നുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓർമ്മകൾ പുതുക്കാൻ ഉപയോഗിക്കുന്നില്ല നിങ്ങൾ എല്ലാവരും. ഓക്കെ, ഓർമ്മ 2K25 പേര് പോലെ കുറച്ച് ഓർമ്മകൾ ഷെയർ ചെയ്യാൻ വേണ്ടി നമുക്ക് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിൽ കുറച്ച് പേരെ വിളിച്ചാലോ? മിസ്റ്റർ താഹ, വെൽക്കം ടു ദ ഡയസ്. MES കോളേജ് മാരമ്പള്ളി ഫസ്റ്റ് ചെയർമാൻ. ഹലോ, അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവർക്കും ഒരു ഷാർട്ടായിട്ടത്? എവിടെ ചെന്നാലും ആദ്യം എനിക്ക് മൈക്ക് തരും. അതാണ് വലിയൊരു പ്രശ്നമാണ്. എന്തോ എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷേ മൈക്കിന്റെ സൗണ്ട് ഇല്ലാത്തതുകൊണ്ടാണെന്ന്. ഓക്കെ, എന്തായാലും നമ്മുടെ ഈ എക്സിക്യൂട്ടീവിനെ ക്ഷണം സ്വീകരിച്ച് നമ്മളുടെ ഇങ്ങനെ ഒരു ഗ്യാതറിങ്ങിന് വന്ന എല്ലാവർക്കും ആദ്യമായി കൃത്യമായ ഒരു എന്താ പറയാ സ്നേഹ സൗഹൃദ ആശംസകൾ ആദ്യം പറയുക. പിന്നെ നമ്മള് ഒരു വർഷം മുമ്പ് ഇതുപോലെ കൂടിയിരുന്നു, കഴിഞ്ഞ ഡിസംബറിൽ. അപ്പൊ അന്നും ഇതുപോലെ പറഞ്ഞിരുന്നു നമ്മളുടെ ഈ പ്രോഗ്രാംസ് വരുമ്പോ നിങ്ങളെല്ലാവരും ഇതുപോലെ എത്തിച്ചേരണമെന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ കോളേജിലെ എക്സ്പീരിയൻസ് ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതിന് പറ്റിയൊരു സമയമല്ല, എല്ലാവരും ഭയങ്കര ഒരു തിരക്കിലാണ്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാനെന്ന് പറയുന്നത് വേറെ ആരെങ്കിലൊക്കെ ഈ ബാക്കി പറയുന്നതാണ്. എല്ലാവർക്കും ആശംസകൾ. ഇനി ആർക്കൊക്കെ ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ട്? മിസ്റ്റർ ഷഹീർ. അസ്സലാമലൈക്കും. എന്താ എല്ലാവരും വിശേഷം? എല്ലാവരും കേൾക്കണ്ട? ബാക്കിലൊക്കെ വെറും വർത്താനം പറിച്ചിട്ടാണ്, നിങ്ങൾ ആരും ഒന്നും കേൾക്കില്ല. പിന്നെ എൻ്റെ പേര് ഷഹീം. ഞാൻ കോളേജിൻ്റെ സെക്കൻഡ് ബാച്ചാണ്, BCA 96-99 കാലഘട്ടം. അവിടെ അന്ന് നിങ്ങളിപ്പോൾ കാണുന്ന കോളേജിൻ്റെ അവസ്ഥ ഒന്നല്ല. അന്ന് ഒരു മൊട്ടക്കുന്നിൻ്റെ മുകളിൽ ഒരു 5-6 ക്ലാസ് മാത്രമേ ഉള്ളൂ. അതിലൊരു ക്ലാസ്സിൽ താഹയുടെ ബാച്ചും, പിന്നെ ഉള്ള കുറച്ച് ക്ലാസ് ഞങ്ങളുടെ ബാച്ചും, പിന്നെ അതിനേക്കാൾ അനീഷിൻ്റെ ബാച്ച്, അങ്ങനെ ഒരു 3 ബാച്ചുള്ള കാലഘട്ടത്തിലാണ് ഞങ്ങളൊക്കെ അവിടെ പഠിച്ചിരുന്നത്. പിന്നെ ഇപ്പോൾ ഓർമ്മകൾ പങ്കുവെക്കാൻ നിങ്ങൾക്ക് കോളേജിൽ നമ്മൾ പഠിക്കുമ്പോൾ 2 തരം ഓർമ്മകൾ ഉണ്ടാവുക. അതിൽ ഒന്ന് പഠിക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ, അത് ആർക്കും കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. പിന്നെയുള്ള ഓർമ്മകൾ കേൾക്കാനായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവുക. പക്ഷെ ആ ഓർമ്മകൾ പറയാൻ പറ്റിയൊരു സമയമുണ്ടത്. കാരണം എന്താ വെച്ചാൽ എൻ്റെ മകളൊക്കെ +2 കഴിഞ്ഞ് കിട്ടുന്നൊരു പ്രായമാണ്. അപ്പൊ ഇപ്പൊ ഞാൻ ആ ഓർമ്മകളൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അവിടെ ഉപദേശിക്കാൻ പറ്റില്ല, അപ്പൊ പറയുന്നില്ല. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ബാച്ച് 25 വർഷം തേച്ചു. അപ്പൊ ആ 25 വർഷം കഴിഞ്ഞിട്ടുള്ള ഞങ്ങളെല്ലാവരും ഒന്ന് ഗ്യാദർ ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം കോളേജിൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും എടുത്തൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഫാമിലിനെ നമുക്ക് പതുക്കെ ഒഴിവാക്കാം. നമ്മൾ പഠിച്ചിരുന്നവർ മാത്രം
ഗ്യാദർ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 1 വർഷം മുന്നേ പ്ലാൻ ചെയ്ത് തുടങ്ങിയതാണ്. എന്നിട്ട് 60 ഞങ്ങളുടെ ക്ലാസ്സിൽ 60 പേരുള്ളതിൽ 40 പേര് ഏകദേശം വന്നവിടെ പങ്കെടുത്തു. വളരെ ഏകദേശം നമ്മൾ ആ 20 വയസ്സിലേക്ക് തന്നെ തിരിച്ചു പോയൊരു ദിവസമായിരുന്നു അന്ന്. അപ്പം അതുപോലെ നിങ്ങളെല്ലാവരും ഒന്നുകൂടി നിങ്ങളുടെ ബാച്ചിനൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി ഗ്യാദർ ചെയ്യാൻ നോക്കുക. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫുൾ എൻജോയ്മെൻറ്റ് കിട്ടും. എന്തായാലും വിശദമായിട്ട് ഇനി കൂടുതലൊന്നും പറയുന്നില്ല. അടുത്ത ആൾക്ക് അവസരം നൽകിക്കൊണ്ട് നന്ദി, നമസ്കാരം, താങ്ക് യു. ഇനി നമുക്ക് സലീൽ ഖാനെ വിളിക്കാം. സലീൽ ഖാക്ക് കുറേ എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞേ. ഇനിയിപ്പോ എന്തൊക്കെ പറയൂന്ന് എനിക്കറിയില്ല. ഈ പറഞ്ഞ പോലെ സലീൽ ഖാനെ വാക്കുകൾക്ക് വേണ്ടി എല്ലാവരും കാതോക്കും. ഞാനത് പറഞ്ഞ് തകർക്കും എന്തായാലും ശരി. ഞാൻ MBSൽ 98-2001 ബാച്ചിലാണ് പഠിച്ചത്. ആദ്യത്തെ ദിവസം ഞാൻ വേണമെന്നുണ്ടെങ്കിൽ പറയാം, പക്ഷെ അത് ഒരാളെ ബാധിക്കും. ആദ്യത്തെ ദിവസം അന്ന് ഈ റബ്ബർ തോട്ടമാണ്. റബ്ബർ തോട്ടത്തിൻ്റെ നടുക്കിലൊരു വഴിയുണ്ട്. ആ വഴി കൂടെ നടന്നിട്ട് വേണം MBS കോളേജിൽ വരാൻ. MBS കോളേജിൽ ആദ്യത്തെ ദിവസം വരുമ്പോൾ ഞാൻ കാണുന്ന ഒരു വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുമ്പാവൂർ എപ്പോഴും കാണാറുള്ളതാണ്, താഴെക്കാനത്ത് തന്നെയാണ് കാണുന്നത്. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഇയാൾ എവിടെ വെച്ച് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇയാളോടൊപ്പം ഒരാളും കൂടെ ഉണ്ടായിരുന്നു. ആ കാര്യം ഞാൻ പറയില്ല. അതാണ് എൻ്റെ ആദ്യത്തെ ദിവസത്തെ ഓർമ്മ. അപ്പൊ അതൊക്കെ ഒരു വലിയ കഥയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഓർമ്മ. എല്ലാവരും എൻജോയ് ചെയ്യും. ഇന്ന് നമ്മുടെ ടീം എത്തിയുണ്ട്, കുട്ടിപ്പാട്ടും ഗാനമേളയും. അത് അടിപൊളിയായിരിക്കും. നിങ്ങൾ ഈ പരിപാടി കഴിയണം വരെ ഇവിടെ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു. മിസ്റ്റർ റാഷിദ്. എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. 2001-2004 BSc ഇലക്ട്രോണിക്സ് ആയിരുന്നു നമ്മുടെ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നത്. നേരത്തെ ഷെയ്ഖ് പറഞ്ഞാൽ ഞങ്ങളൊക്കെ വരുമ്പോൾ ആകെ ഒരു 3 കോഴ്സുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമാണ് BCom ഒക്കെ അവിടെ വന്നത്. പിന്നെ കോളേജിലെ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ ചില ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാദിഖയുടെ ക്യാൻറ്റീനും ആ ക്യാൻറ്റീനിൽ കട്ട് ചെയ്തിരിക്കുമ്പോൾ ഷൗക്കത്ത് അലി സാർ നമ്മുടെ അടുത്തുനിന്ന് വിട്ടുപോയി, മരണപ്പെട്ടു. പക്ഷെ പുള്ളി ഇടയ്ക്ക് വരുമായിരുന്നു. പുള്ളിനെ കളിയാക്കി ആ റബ്ബർ തോട്ടത്തിൽ ഓടുകയും അപ്പുറമുള്ള മറ്റേ ചെറിയുടെ ഭാഗത്ത് കൂടി ഓടി മറിഞ്ഞിരുന്ന കഥകളും ഓർമ്മകളൊക്കെയാണ് നമുക്കുള്ളത്. അത് കൂടാതെ കോഴ്സിന് ശേഷം ഒരു 2 വർഷം അവിടെ വർക്ക് ചെയ്യാനും ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ ഖത്തറിലേക്ക് എത്തിയത്. അപ്പോൾ എല്ലാവരും ഓരോ നിമിഷവും എൻജോയ് ചെയ്യണം. വന്നതിന് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും നേരുന്നു. അടുത്തത് നെജുവ മാജിദ്. എന്തൊക്കെയോ ഓർമ്മകൾ പങ്കുവെക്കാനായിട്ട് വരുന്നുണ്ട്. നിറച്ച ഓർമ്മകളാണ്. എൻ്റെ പേര് നെജ്വ. ഞാൻ 2012 പാസ് ഔട്ടാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കോളേജിനെ കുറിച്ച് ഓർക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ? ഈ ഓർമ്മയെ വേണ്ടാന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളുണ്ട്. എന്തിനാണ് ഈ ഓർമ്മ പറഞ്ഞിരിക്കാണ്? ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങള് ജീവിതത്തിൽ ഒരുമിച്ച് ഓർമ്മകൾ കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. എനിക്കിപ്പോ ഓർക്കണത് ഇഷ്ടമല്ല. അതിനെ പറ്റി ഓർക്കണേ ഇല്ല. നമ്മുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു. എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ ഒരു റിലേറ്റീവ് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഒരു കണ്ണ് വേണം. അപ്പൊ ഇവളുടെ ഉപ്പയാണെങ്കിൽ ഇവളിവിടെ ഖത്തറിൽ പഠിച്ചത്. അപ്പൊ കുറച്ചുകൂടി ദീനായിട്ട് പഠിക്കാൻ വേണ്ടി MBC കൊണ്ടുവന്നാക്കിയതാണ്. അപ്പൊ അവൻ പറഞ്ഞത് ഞാൻ ശരിക്കും കേട്ടു. ഞാൻ നല്ലോണം നോക്കി, ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ റിഗ്രറ്റ് ചെയ്യണ്ടോ? ഇക്കൊരു ജന്മം ഉണ്ടെങ്കിൽ അടുത്ത് കൂടെ കോളേജ് വെറുത്തെന്ന് പറയാം. ഞങ്ങളുടെ ബാച്ചിൽ ഒരാളും കൂടി ഉണ്ട്. ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. ആർക്കും അബദ്ധം പറ്റി. ഞങ്ങള് 2009-2012 ബാച്ച് ഔട്ടാണ്. BCom. ഇതിങ്ങനെ ഇപ്പോഴും എല്ലാ തവണയും വരുമ്പോൾ പറയാനുള്ളത് ഇവര് ഓർഗനൈസ് ചെയ്യണ കാരണം എന്ന് വെച്ചാൽ കാസിക്ക് വരാൻ പറ്റുമെന്ന് സംശയം ഉണ്ടായിരുന്നു.
നമ്മുടെ വേറൊരു ഫ്രണ്ടുണ്ട്, അവന് വരുത്താൻ പറ്റും. പക്ഷെ നമുക്ക് നിർബന്ധമായിട്ട് ഇത് നിങ്ങളിത് ചെയ്യണതുകൊണ്ടാണ് നമുക്കിത് കണ്ടില്ല എന്ന് അടിക്കാൻ പറ്റണില്ല. അതപ്പോ എങ്ങനെയെങ്കിലും എത്തിയേ പറ്റുള്ളൂ. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നെ സംബന്ധിച്ച് ഇവർ രണ്ടുപേരും എന്നെ ഏറ്റവും ക്ലോസ് ആയ ആള്. അപ്പൊ ഇവരില്ലാണ്ട് നമ്മൾ വരാൻ കാരണം നിങ്ങൾ ഈ കാണിക്കുന്ന സിൻസിയറിറ്റിയാണ്. ഇതിപ്പോ നമ്മുടെ ഏറ്റവും അടുത്ത മകളാണ്. അവിടെ കണ്ണുണ്ടായില്ല. വലിയ താങ്ക്സ് ഓർഗനൈസേഴ്സ്, നമ്മുടെ സീനിയേഴ്സിന്. കാരണം ഈ പറഞ്ഞ പോലെ ഇതിന്റെ പുറകിലുള്ള ഹാർഡ് വർക്ക് നമുക്കറിയാം. ഈ രസം ഈ അടിപൊളിയൊക്കെ വരുന്നത് നിങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നതാണ്. എനിവേസ് താങ്ക്സ്. അപ്പൊ പങ്കുവച്ചാൽ തീരാത്ത ഒരു ഓർമ്മകൾ എല്ലാവർക്കും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടാലോ? അതിനു മുമ്പായിട്ട് ആഷിദ് ഖാൻ എന്ന് വിളിക്കുവാണ് ന്യൂ മെമ്പേഴ്സിനെ വെൽക്കം ചെയ്യാനായിട്ട്. അതിനുശേഷം എല്ലാവർക്കും പരിചയപ്പെടാം. അസ്സലാമലൈക്കും, നമസ്കാരം. ഒരു ഫുൾ സിംഗിങ്ങിന്റെ ഒരു കുറവുണ്ട്, എന്നാലും സന്തോഷം. എന്നാലും മനസ്സ് മറക്കാം. ഈ ആലുവ സ്കൂളിൽ വന്ന് ആദ്യമായിട്ട് വന്ന് കയറുമ്പോഴേ നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. ഇതൊരു മൊട്ടക്കുന്ന്, അതിന്റെ മേളിൽ എന്തോ ഒരു സ്കൂൾ പോലെ ഒരു സ്ഥാപനം. പ്രത്യേകിച്ച് നമുക്കൊരു ഫീലിംഗ് ചെയ്യാത്ത രീതിയിൽ ഒരു സ്ഥാപനമായിരുന്നു. പക്ഷെ ആക്ച്വലി കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പ് ഞാൻ കോളേജിൽ ചെല്ലുമ്പോൾ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ കോളേജിന്റെ ഇൻട്രസ്റ്റ് മാറി. നല്ലൊരു ക്യാമ്പസ്, കുറേ പുതിയ ബിൽഡിങ്ങുകൾ, നല്ല കുറേ കോർണേഴ്സ്, ലവേഴ്സ് കോർണേഴ്സ്, ക്യാൻറ്റീൻ, മറ്റു ഫെസിലിറ്റികൾ. ശരിക്കും നമുക്കെല്ലാം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ആ കോളേജ് ഇപ്പം മാറിപ്പോകും. എനിവേ ഒരുപാട് സന്തോഷം. നമ്മൾ ആ കോളേജിൻ്റെ ഓർമ്മകൾ നിലനിർത്താൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിപ്പോൾ എല്ലാവരും കൂടിയേക്കുന്നത്. ആ കോളേജിൽ ഒരുമിച്ചുള്ള നമ്മുടെ സന്തോഷങ്ങൾ പങ്കുവെക്കാൻ, നമ്മുടെ ആ സ്നേഹബന്ധങ്ങൾ നിലനിർത്താൻ, ഇത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിട്ട് എല്ലാവരും കാണണം. ഇതിൽ വരാത്തവർ അവരുടേതായ കാരണങ്ങളുണ്ടാവും. എനിവേ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇനി അടുത്ത ഇപ്പോൾ വന്നവർ തന്നെ ഒരു കാരണവശാലും ഇനിയുള്ള പരിപാടികൾ മുടങ്ങില്ല എന്നൊരു സ്വയം ഒരു തീരുമാനം എടുക്കുക. അത് തന്നെ ആ ഒരു എനർജി മതി ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്നവർക്ക് നിങ്ങളെ ഇതുപോലെ കൂടാനും. വർഷത്തിലൊരിക്കലെങ്കിലും നമ്മൾ കൂടുതൽ ചാൻസ് നടക്കുന്നുള്ളൂ. അറ്റ്ലീസ്റ്റ് അതിനെങ്കിലും എല്ലാവരും സഹകരിക്കുക. ഇൻഷാ അല്ലാഹ് വന്നതിൽ സന്തോഷം, എല്ലാവരും കണ്ടതിൽ സന്തോഷം. പുതിയ ആൾക്കാരെ വെൽക്കം ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്തമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ആരെയാണ് ഞാൻ പുതുതായിട്ട് കണ്ടെത്തുക എന്നുള്ളൊരു ഐഡിയ എനിക്കില്ല. എനിവേ ഇന്നത്തെ പരിപാടിക്ക് ആദ്യമായിട്ട് വന്നവരാന്ന് കൈവെക്കാവോ? ആദ്യമായിട്ട് വന്നവരത് കൈവെക്കാവോ? ഇവിടെ എല്ലാവരും പുതിയൊന്നുമില്ല. വന്നവരാരൊക്കെയുണ്ട്? പുതുതായിട്ട് വന്ന ആരെങ്കിലും? ആസിമേ ആരുണ്ട്? പുതുതായിട്ട് വന്ന ആരെങ്കിലും അറിയോ? രജിസൽ ക്യാപ്റ്റൻ രജിസൽ. ഓക്കെ, എന്തായാലും അതിനൊരു അങ്ങനെ ഔദ്യോഗിക ചടങ്ങിന് വേണ്ടി നമ്മൾ ഇതിന് സമയം കളയുന്നില്ല. എന്തായാലും പുതുതായിട്ട് എത്തിയ MES മാറമ്പള്ളി അലൂമിനി ക്ലബിലേക്ക് എത്തിയിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഇനിയുള്ള മുന്നോട്ടുള്ള പരിപാടികൾ നിങ്ങൾ ആസ്വദിക്കുക, പരമാവധി ഇതിനെ എൻജോയ് ചെയ്യുക, സന്തോഷത്തെ തരിക. ബൈ. എല്ലാവരും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, രജിസ്ട്രേഷൻ ഇവിടെ രജിസ്ട്രേഷൻ കൗണ്ടറിൽ നമ്മുടെ ഈ ലോണിൽ രജിസ്ട്രേഷൻ കൗണ്ടർ ഉണ്ട്. ബാച്ചിലേഴ്സ് 40 റിയാൽ, ഫാമിലി 100 റിയാൽ. എല്ലാവരും രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക എത്രയും പെട്ടെന്ന്. ഇനി നമുക്ക് വോട്ട് ഓഫ് താങ്ക്സിന് നിഷാദ് ഖാനെ വിളിക്കാം. അസ്സലാമലൈക്കും, നമസ്കാരം. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ അതിൽ ഫാത്തിമ കുറേ നേരമായി വെയിറ്റ് ചെയ്യണം. അപ്പോൾ രജിസ്റ്റർ ഉള്ള ആൾക്കാരൊന്ന് രജിസ്റ്റർ ചെയ്യുക. അതുകൊണ്ട് നമുക്ക് അവസാനിപ്പിച്ചിട്ട് ഫാത്തിമക്ക് കുറച്ച് ഫ്രീ ആവാനാണ്. നമുക്ക് പിള്ളേർക്ക് സ്വിമ്മിംഗ് പൂൾ സെക്ഷനിലേക്ക് പോകാനാണ്. അപ്പോൾ അതൊന്ന് എല്ലാവരും കംപ്ലീറ്റ് ചെയ്യാം. സ്പോൺഷിപ്പ് സ്പോൺഷിപ്പ് പറഞ്ഞ തമീമേ, ആ സ്പോൺഷിപ്പിൻ്റെ കാശൊക്കെ കൊടുക്കും, പൈസ ഇല്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇനി താങ്ക്സ് പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്തവണ നമ്മൾ കഴിഞ്ഞ വർഷം കൂടിയതിനേക്കാളും കുറച്ച് ആളുകൾ സ്ട്രെങ്ത്തുകളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ പരമാവധി എല്ലാവരും അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മെമ്പേഴ്സ് വളരെ കുറേ എത്തിയിട്ടുള്ളൂ. പക്ഷേ അടുത്ത വർഷം നമുക്ക് എല്ലാ വർഷവും ഒരു പരിപാടിയും നമുക്ക് നടത്തണം. പരമാവധി നിങ്ങളുടെ കോൺടാക്ട്സുള്ള ആളുകളുടെ നമ്പേഴ്സൊക്കെ ഷെയർ ചെയ്തിട്ട് പരമാവധി ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് അടുത്ത വർഷം കുറച്ചുകൂടി ഭംഗിയായിട്ട് എല്ലാവരും കൂട്ടി പരിപാടി നടത്തണം. അപ്പോൾ അതിനെല്ലാവരും സഹകരിക്കണം. അപ്പോൾ പരിപാടി പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവരും പറഞ്ഞ പോലെ ഒറ്റ വാക്കിൽ അതുപോലെ തമിഴ് സ്പോൺസേഴ്സ് നമ്മൾ സീഷോർ ഓട്ടോമൊബൈൽസ് നമ്മളെ മെമ്പർ തന്നെയാണ് നിസാം. നിസാമിന് എത്തിപ്പെടാൻ പറ്റിയുള്ള പുള്ളി അർമേനിയയിലാണ്. അപ്പോൾ സീഷോർ ഓട്ടോമൊബൈല്, പിന്നെ സീഷോർ ഓട്ടോമൊബൈൽസ് പ്രത്യേക കൈയെടുത്തി കഴിഞ്ഞോട് അവർ നമുക്ക് സഹായിച്ചാണ്. നമ്മുടെ എൻ്റെ ക്ലാസ്മേറ്റ് ആണ്, സുഹൃത്താണ്, നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പറാണ് നിസാം സീഷോർ.
പിന്നെ രണ്ടാമത് സെവൻ സീസ് ട്രേഡിങ്ങിന്റെ MD-മാരായ തമീം ഫഹദ്, അവർ രണ്ടുപേരും പ്രത്യേകം കൈയടിക്കാം. അവർ രണ്ട് 5000 റിയാൽ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഫഹദ് ഓക്കെ, 5000 റിയാൽ 2500 തമീം, 2500 ഫഹദ്. പിന്നെ GSM നമ്മുടെ എൻ്റെ ക്ലാസ്മേറ്റ് മജീദാണ്. മജീദ് ദുബായിൽ കമ്പനി ഉണ്ട്, അവര് ഖത്തറിൽ കമ്പനി തുടങ്ങിയിട്ടുണ്ട്. GSM ലോജിസ്റ്റിക് ജസ്റ്റ് ഇപ്പോൾ ഒരു വർഷമായിട്ടൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ഓഫീസ് വന്നതിലാണ്. അപ്പോൾ അവർക്ക് അത്യാവശ്യം ഷിപ്പിംഗ് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ സപ്പോർട്ട് ചെയ്യാം. മജീദിന്റെ അവർ ദുബായിൽ ബിസിനസ് നടത്തുന്ന നമുക്ക് സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതുപോലെ അവർ തിരിച്ചു നമുക്ക് സപ്പോർട്ട് അവർക്ക് കൊടുക്കാം. അപ്പോൾ അതും എല്ലാവരും സഹകരിക്കാം. പിന്നുള്ളത് കസ്റ്റമർ ടെക്നോളജി. അപ്പൊ അവർക്കും നമ്മുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അത് നമ്മുടെ സെക്രട്ടറി സോനയാണ് ശ്രമിച്ചത്. സോന ഒരു 3000 റിയാൽ മേടിക്കാം. അപ്പൊ അതും എല്ലാവരും കൈയടിക്കാം. ഇതുപോലെ നമുക്ക് അടുത്ത വർഷവും ഇവരുടെ സപ്പോർട്ട് നമുക്ക് വേണം. അത് കൂടാതെ നമുക്ക് അടുത്ത വർഷം ഈ വന്നതിൽ കൂടി ഇപ്പൊ ഈ തവണ 100 പേര് പങ്കെടുത്തിട്ടുണ്ട്. അടുത്ത വർഷം നമുക്ക് 200 പേരാക്കണം. അതിന് എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. അതുപോലെ എക്സിക്യൂട്ടീവ്സ് നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. പിന്നെ അപ്പൊ എന്റെ കർത്തവ്യം എന്നുകൊണ്ട് താങ്ക്സ് പറഞ്ഞ് അവസാനിപ്പിക്കാം. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി എല്ലാവരും നേരത്തെ ഇരുന്ന പോലെ ഇങ്ങനെ വട്ടം കൂടിയേക്ക്. നമ്മൾ സെന്ററിലാണ് ഗാനമേള ഇത് ചെയ്താണ്. ഗെയിംസും നമുക്ക് നടത്താം. ഭക്ഷണം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കഴിച്ചാലോ? രജിസ്റ്റർ ചെയ്യാൻ എല്ലാവരും ഒന്ന് ഓർക്കണേ. ഇവിടെ ഫാത്തിമ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പൊ ബാച്ചിലേഴ്സിന് 40 റിയാൽ, ഫാമിലി 100 റിയാൽ. ഒന്ന് വേഗം രജിസ്റ്റർ ചെയ്താൽ ഫാത്തിമയ്ക്ക് ഒന്ന് ഫ്രീ ആവായിരുന്നു. പിന്നെ നമുക്കെന്നാ ഗെയിംസ് കണ്ടിന്യൂ ചെയ്താലോ? വലിയവരൊക്കെ റെഡിയല്ലേ? അഡൽസിലെ കുറച്ച് ഗെയിംസ് പിള്ളേരുടെ കൂടെ തന്നെ നമുക്ക് വലിയവർക്കുള്ള ഗെയിംസ് ചെയ്താലോ? റെഡിയാണോ? In the stillness of the night, under the moonlight so bright, our hearts are joined in harmony. പതിനാലാം
कजरा मोहब्बत वाला अखियों में ऐसा डाला कजरे ने ले ले मेरी जान हाय रे मैं तेरे कुर्बान कजरा मोहब्बत वाला अखियों में ऐसा डाला कजरे में ले ले मेरी जान हाय रे मैं तेरे कुर्बान दुनिया है मेरे पीछे लेकिन मैं तेरे पीछे अपना बना ले मेरी जान हाय रे मैं तेरे कुर्बान कजरा मोहब्बत वाला अखियों में ऐसा डाला कजरे में ले ले मेरी जान हाय रे मैं तेरे कुर्बान आइयो कहाँ से चोरी आंखों में प्यार लेके आइयो कहाँ से चोरी आंखों में प्यार लेके चढ़ती जवानी की ये पहली बहार लेके दिल्ली शहर का सारा मीना बाजार लेके दिल्ली शहर का सारा मीना बाजार लेके झुमका भरने वाला आंखों
थोड़ा सा प्यार मांगो सैयाबा दर्दी मेरे, थोड़ा सा प्यार मांगो किस्मत बना दे मेरे, दुनिया बसा ले मेरे, कर ले सगाई मेरी കൈതോല പായവിരിച്ച് പായേലൊരു വരതല്ല് പോലിത്തെ, കൈതോല പായവിരിച്ച് പായേലൊരു വരതല്ല് പോലിത്തെ, കാതുകുതാനപ്പവരും അമ്മമാരെ പൊന്നേ, കാതുകുതാനപ്പവരും അമ്മമാരെ പൊന്നേ.
പ്രോഗ്രാം നിങ്ങൾക്ക് ആസ്വദിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നിങ്ങള് പരമാവധി ഞങ്ങളോടൊപ്പം തന്നെ കൂടുക, കാരണം നമ്മുടെ ഭംഗിയാവുന്നത് തന്നെ. ഒരു ബൈക്ക് മാത്രം ഓണാക്കിയാൽ മതി. ബാക്കിയല്ല നജുവ അന്തിക്കടപ്പുറത്ത് ലോലക്കൂടെ നടക്കണാരാണ് പുറത്തൊരോലക്കൂടെ എടുത്ത് നാല് നടക്കണാരാണ് കല്യാണാലോചനയ്ക്കായി ബീവി തുനിഞ്ഞു
മാണിക്യമലരായ ഭൂമി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി മാണിക്യമലരായ ഭൂമി മൈക്ക് ഇന്നാണ് ചിരിച്ച് ചിരിച്ച് മണിയറയിൽ മാറും എത്തണ നേരത്ത് കണ്ണ് പൊത്തണ ഹാലാണ് കണ്ണ് പൊത്തണ ഹാലാണ് മുത്തേ സത്തേ എന്നല്ലേക്കും കറുത്തിരാവ് ഇന്നാണ് ഒട്ടകങ്ങൾ വരി വരി വരിയായി വരി വരി വരിയായി വരി വരി വരിയായി വരി വരിയായി വരി വരി വരിയായി വരി 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 വരിയായി ആ വരി വരി വരിയായി കുട്ടികൾക്കായിട്ട് ഒരു പാട്ട് പാടുന്നത് ഇവർക്കും പറ്റും. കൊടുത്താൽ
എന്താ തമാശ എന്താ നിരാശ എന്താ അപേക്ഷ ലോലമാല എന്താ തമാശ എന്താ നിരാശ എന്താ അപേക്ഷ ലോലമാല ഏപരനെ കൂത്തരമോ ഏപരനെ കൂത്തരമോ കൊടുക്കാനായി വരട്ടെ ആതിരുക്കാൻ കൈകായി വരട്ടെ നാഗില മകനെ മകനെ ഉണ്ടായവൻ ഇന്നും സുനിയനും ചന്ദ്രനും ഉണ്ടായവൻ ഞങ്ങൾ കണ്ടനായി വന്നവനെ വരവേ മാറിപ്പോണി അന്നൻ മുന്നൽക്കും പെട്ടതില്ല ഇരുട്ടை சிட்டி வாழும் ராஜாவுக்கு எல்லாரும் சொல்லு இவரை பொறுமாறாயும் திறத்திரட்டே காலம் நடந்து வைத்தால் சொர்க்கம் வரும் எல்லாம் மீனாட்டே எல்லோம் மீனாட்டே அண்ணன் தைரான கொலமல்லும் மீனாட்டே எல்லோம் மீனாட்டே எல்லோம் மீனாட்டே அண்ணன் தைரான கொலமல்லும் மீனாட்டே வேணா கத்தி கொண்டே வித்யாரும் புத்தே அரிசி போக்கின் காஞ்சி வலி சீலம் பண்டே பரத்தவர் நெஞ்சில் குட்டி வச்சோரஞ்ச கலி திராட்சவாஷ் அண்ணன் மீச வச்சோராட்ட போலே இடையார் வந்தோருக்கும் இன்னொருக்கும் பண்டையாவத்து காத்தச்சோர ஒன்று ஜூசாடித்து சோடா சர்வத்து வரியில் மதையான மெருக்கிடும் கருத்தே இவனை படைச்சு விட்ட கடவுளுக்கு பத்தில் பத்து எல்லோம் மீனாட்டே எல்லோம் மீனாட்டே அண்ணன் தனிநாட கொலமல்லோம் மீனாட்டே எல்லோம் மீனாட்டே எல்லோம் மீனாட்டே அண்ணன் தனிநாட கொலமல்லோம் மீனாட்டே கரைய கண்ணீரியா கண்ணீரப்பா நரும் புரண்டா எரியும் முன்னா கண்ணின் கோபங்களும் சகாரமும் மரணம் படிவாதில் கரம் நன்றை மடிக்கும் கோம்பே நகரம் இன்னும் வசனின் சொந்தம் காணும்
മണിമാറും തോറും കാട്ടി മരം കിടാൻ തുടങ്ങി ഒരു നല്ല ജീവിത പുഷ്പവാടി ഒരു മണമുള്ള മലരിന്റെ മാല ചാർത്തും നീനക്ക് അരക്കുള്ളിൽ കടത്തിടും പൂമാലരെ മുഖമ്പത്തിൻ ജോലിക്കുട്ടി വരുന്നെങ്കിൽ കിളിയെ മുഖമ്പത്തിൻ കാണിക്കല്ലേ കുസൃതിയിൽ കൊയിലെ മണമെന്ന മലരിന്റെ മാല ചാർത്തും നീനക്ക് ഒരു നല്ല ജീവിത പുഷ്പവാടി ഒരു മണവാളൻ മണിയറയിൽ നടന്നിടും സുദിനമിത് ഈ മണവാട്ടി പെണ്ണിന് രോമാഞ്ചം എന്തൊരാവേശം എന്തൊരാലാദം മണവാട്ടി പെണ്ണിന് രോമാഞ്ചം എന്തൊരാവേശം എന്തൊരാലാദം മണവാട്ടി പെണ്ണിന് രോമാഞ്ചം മണിയറയിൽ നടന്നിടും സുദിനമിത് ഈ മണവാട്ടി പെണ്ണിന് രോമാഞ്ചം എന്തൊരാവേശം എന്തൊരാഹ്ലാദം മണവാട്ടി പെണ്ണിന് രോമാഞ്ചം എന്തൊരാവേശം എന്തൊരാഹ്ലാദം മണവാട്ടി പെണ്ണിന് രോമാഞ്ചം മണിയറയിൽ ഒരു മാല നടന്നിടും സുദിനമെന്ന് ഈ മണവാട്ടി പെണ്ണിന് രോമാഞ്ചം എന്തൊരാവേശം എന്തൊരാഹ്ലാദം മണവാട്ടി പെണ്ണിന് രോമാഞ്ചം എന്തൊരാവേശം എന്തൊരാഹ്ലാദം മണവാട്ടി പെണ്ണിന് രോമാഞ്ചം. ഗേൾസ് ഇത് വീഡിയോയിൽ അടിപൊളിയാണ്ടാ ബ്രോ.
സേനകാദേവി പഞ്ചവർണ്ണ കിളിയാല് കൽവി പഞ്ചാരി പാലൂതലേക്ക് പഞ്ചവർണ്ണ കിളിയാല് കൽവി പഞ്ചാര പാലൂതലേക്ക് സംശയിച്ച് ലജ്ജയുടെ നല്ലരിക്കുമാറും പരവാഴോട് പഞ്ചാരോട്
അടുത്ത പാട്ട് റിക്വസ്റ്റ് അനുസരിച്ച് പാടുന്നതാണ്. ഞങ്ങൾ ഇതുവരെ പ്രാക്ടീസ് ചെയ്യാത്തൊരു പാട്ടാണ്, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി പാടാണ്. നിങ്ങൾ കൂടെ കൂടെ എന്ത് തെറ്റുണ്ടെങ്കിലും ക്ഷമിക്കാം. ഓക്കെ, Assalamualaikum.
സലാം വാലൈക്കും സലാം പതിനാലാം രാവിന്റെ തിരപോലെ വന്നല്ലോ പനിനീരിൻ കടവത്തെ കുഴമെല്ലാമുണ്ടല്ലോ പനിമീനും പൊന്നിന്റെ ഉടവാളുമുണ്ടല്ലോ പരുമൂവിൽ എങ്കയ്യ സുൽത്താനുമുണ്ടല്ലോ അവളെ പ്രവേശിച്ചാവള പഞ്ഞിക്കുപ്പാരം അവനെ ചില കിണറ്റിൽ വിട്ടുമ്പ് നിന്നറിവും അവളെ പ്രവേശിച്ചാവള പഞ്ഞിക്കുപ്പാരം അവനെ ചില കിണറ്റിൽ വിട്ടുമ്പ് നിന്നറിവും. താങ്ക് യു. ഇരാവിന്റെ കടലായിപ്പോൾ എരിഞ്ഞേറെ കണ്ടേ കാണാകാശത്തൊരു മുല്ലപ്പൂവിന്റെ അന്നേ നിൻ പേര് വറുക്കണ മൂടിപ്പോയത്തേ തന്നാനാനേ 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 കണ്ടു കണ്ടു കഴിയുമ്പോ കണ്ടു കിടയുള്ള രസകരേകാനേ ഏകാനേ ഏകാനേ കൊണ്ടുവിന്നവർ കണ്ടമുള്ള കിരി കൊണ്ടരുന്നത് ആരാണേ മുഖോടൊപ്പം വന്നു കണ്ടേ നിക്കായിട്ടേ അന്നു നിന്നെ കൊണ്ടുവന്നേ നീ പേരുവതും ജന മോളിപ്പോയെന്ന് പണത്തിലെത്തിയവരം വിളിപ്പന്നെ ചുണ്ടകരം മുഖമനാണ് കടലായ തട്ടിലെ മുന്നിലെ ഹാസ്യത്തിലെ മുന്നിലാണ് ഹാസ്യത്തിലൊരു വിളിപ്പിലെ ചുണ്ടകരം മുഖമനാണ് കടലായ തട്ടിലെ മുന്നിലെ ഹാസ്യത്തിലെ മുന്നിലാണ് എത്ര നാളും കാത്തിരുന്നു വന്നു കാണുവാൻ എത്ര നാളും കാത്തിരുന്നു വന്നു മിണ്ടുവാൻ എത്ര നാളും കാത്തിരുന്നു വന്നു കാണുവാൻ എത്ര നാളും കാത്തിരുന്നു വന്നു മിണ്ടുവാൻ എന്റെ മണവാട്ടി പെണ്ണാണു നീ എന്റെ മണവാട്ടി പെണ്ണാണു നീ എന്റെ വേഴാമ്പൽ കിളിയാണു നീ എന്റെ പൊന്നാമ്പൽ പൂവാണു നീ എത്ര നാള് കാത്തിരുന്നു ഒന്ന് കാണുവാൻ എത്ര നാള് കാത്തിരുന്നു ഒന്ന് മിണ്ടുവാൻ എത്ര നാള് കാത്തിരുന്നു ഒന്ന് കാണുവാൻ എത്ര നാള് കാത്തിരുന്നു ഒന്ന് മിണ്ടുവാൻ കടലായ കത്തിലെ മുന്നില കാത്തില പല മുത്തുകളാണ് ആത്തിലെ തമ്മിലെ ഇഷ്ടമോദിടുവാൻ എന്നെ മടിയെന്തിന കൽവ തന്നിടുവാൻ നീ എന്റെ താകുമോ സ്നേഹകടലായി നീ എന്റെ മാത്രമാകുമോ എന്റെ പെണ്ണായി എന്റെ സ്നേഹത്തിൽ മധുര എത്ര
ഒന്നു കെട്ടുവാൻ എത്ര നാള് കാത്തിരുന്നു ഒന്നു കാണുവാൻ എത്ര നാള് കാത്തിരുന്നു ഒന്നു കെട്ടുവാൻ തട്ടിയ മുന്നില ഹാസിലാക്കിയ മുക്കിവനാണ് മുക്കുവനാണ് ചെറുതായ തട്ടിയ മുന്നില ഹാസിലാക്കിയ മുക്കിവനാണ്. കണക്കിൽ പണ്ടാതെ പട്ടാവുടത്തിലെ ये हवा खुशबू लुटा दे कहाँ बोले न बोले सुल्फे बता दे अब उसका बता दे मुझको बता दे उससे मिलूंगा इस बार मिला दे यार मिला दे दीदार मिला दे यार मिला दे दीदार मिला दे हवा हवा ये हवा खुशबू लुटा दे कहाँ बोले न बोले सुल्फे बता दे अब उसका बता दे मुझको बता दे उससे मिलूंगा इस बार मिला दे यार मिला दे यार मिला दे यार मिला दे यार मिला दे जिंदगी में प्यार का रंग मिल गया आज तेरी उसको मिल गया जिंदगी में प्यार का रंग मिल गया आज तेरी उसको मिल गया कैसे मिल गया मिल गया हमने जो ढूंढ लिया सारा जमाना हवा हवा ये हवा तुझ बोलता दे बोले दिल से बता दे उसका बता दे मेरा मुझको बता दे मेरे से मिलूंगा इकरार मिला दे यार मिला दे दिलदार मिला दे यार मिला दे दिलदार मिला दे जिंदगी में रोक तो साई कर गए आज मेरे पास से वो गुजर गए जिंदगी के रोक तो साई कर गए आज मेरे पास से वो गुजर गए हवा हवा ये हवा कुछ बोलता दे कहा बोले न बोले दिल को बता दे अब उसका बता दे मुझको बता दे उससे मिलूंगा यार मिला दे 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 ये हवा कुछ बोलता दे कहा बोले न बोले दिल को बता दे अब उसका बता दे मुझको बता दे उससे मिलूंगा यार मिला दे 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 നമ്മൾ കലാശക്കൊട്ടാണ് നടക്കാൻ പോകുന്നത്. എല്ലാരും ഒന്ന് ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ നല്ലതായിരുന്നു.
നെജ്വ എല്ലാവരും വരെ നമുക്കൊന്ന് കലാശം കൊണ്ടുകൊണ്ടാവും. ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതുമണവാട്ടി ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതുമണവാട്ടി അഴകേറും പുതുമാരെ വരുന്നേ വരുന്നേ മലക്കൊടിയേ അവരുടെ സുന്ദരമാകൻ മലക്കൊടിയേ വളർന്നു വരും പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാകൻ സുഗന്ധവും കണ്ട് ജഗത്തൊളി മൊഴി മാറി മലയറിഞ്ഞിട്ട് നാളെ ചിരിക്കുന്ന സുഹൃാബി നീലമിഴികളിൽ പല പല കിണറുകൾ ചാരി ചേരുന്ന പുതുതാരി ജഗത്തൊളി മൊഴി മാറി മലയറിഞ്ഞിട്ട് നാളെ ചിരിക്കുന്ന സുഹൃാബി നീലമിഴികളിൽ പല പല കിണറുകൾ ചാരി ചേരുന്ന പുതുതാരി കയ്യിൽ പാതിപ്പിച്ച മൈലാണ്ടി ചുവപ്പിന്റെ തെറ്റിൽ മാറി മറന്നൊരു ബീവി കണ്ണിൽ തെളിച്ചുള്ള അഴകേറുക്കിനാവിന്റെ ചുറ്റിൽ ലയിച്ചൊരു സുരബീവി ജഗത്തൊളി മൊഴി മാറി മലയറിഞ്ഞിട്ട് നാളെ ചിരിക്കുന്ന സുഹൃാബി നീലമിഴികളിൽ പല പല കിണറുകൾ ചാരി ചേരുന്ന പുതുതാരി ഹേ മേരെ ഹംസഫർ एक जरा इंतजार सुन सदाई ये रही है मंजिल प्यार की हे मेरे हमसफर एक जरा इंतजार सुन सदाई ये रही है मंजिल प्यार की अब है जुदाई का मौसम दो पल का मेहमान कैसे न कोएगा तेरा क्यों न तबेगा तनुबान जैसे ना मिलेगी मंजिल प्यार की ये मेरे हमसफर एक जरा इंतजार सुन सदाई दे रही है मंजिल प्यार की सरकी के सर से वो धीरे धीरे पागल हुआ है धीरे धीरे सरकी के सर से वो धीरे धीरे पागल हुआ है धीरे धीरे तेरे चुनरिया दिल ले गई तेरे ये बिटिया दिल ले गई तुझसे मिलने की तमन्ना है प्यार का इरादा है और एक वादा है जानम तुझसे मिलने की तमन्ना है प्यार का इरादा है और एक वादा है जानम जो कभी हम मिले तो जमाना देखेगा क्या ओ मेरे यार तुझसे मिलने की तमन्ना है प्यार का इरादा है और एक वादा है जानम तुझसे मिलने की तमन्ना है प्यार का इरादा है और एक वादा है जानम मेरे सपनों की रानी कब आएगी तू अरे रुक मत पानी कब आएगी तू मेरी जाएगी बेगानी कब आएगी तू चलिया मेरे सपनों की रानी कब आएगी तू अरे रुक मत पानी कब आएगी तू मेरी जाए जिंदगानी कब आएगी तू चलिया ഒരു മധുര കിനാവിൽ ലഹരിയിലെങ്ങോ ഉണവുള്ള ഭൂമിയിലോ പതിനായിരം ആശകളാലൊരു ഒരു മധുര കിനാവിൽ ലഹരിയിലെങ്ങോ ഉണവുള്ള ഭൂമി
നീ മുതുനാരി പൂമുല്ലേ ഒത്തു നിൽക്കാൻ പൂവാരൻ വന്നു നിന്റെ പൂമുല്ലേ ഒത്തു നിൽക്കാൻ പൂവാരൻ വന്നു നിന്റെ ശിവതുകളെ സുറുമത്തനിനകൾ സുരവി സുമറാനി സുമവാനിലൊളിയുവ സുമതുറപ്പുകൾ മുത്തമിട്ട മാപ്പിടം അതുമൊഴിയോ മുത്തമിട്ട മാപ്പിടം അതുമൊഴിയോ നിന്നാട്ടെ മണവാട്ടി നിന്റെ കല്യാണരാവല്ലേ മുടിയോട്ടി നിന്നാട്ടെ മണവാട്ടി നിന്റെ കല്യാണരാവല്ലേ മുടിയോട്ടി പത്തൊടുത്ത പോലീസ പെൺമണിയോടി മുത്തമിട്ട മാപ്പിടം അതുമൊഴിയോടി പത്തൊടുത്ത പോലീസ പെൺമണിയോടി മുത്തമിട്ട മാപ്പിടം അതുമൊഴിയോടി ആരും മനസ്സിൽ ഒരിക്കലും മറക്കുവാൻ അവരുടെ വിധമുള്ളതായ ആഡംബരങ്ങളൊന്നായി കുട്ടി കെട്ടിക്കൊണ്ടുവരുന്ന അനന്തത്തിന്റെ കല്യാണം ആരും മനസ്സിൽ ഒരിക്കലും മറക്കുവാൻ അവരുടെ വിധമുള്ളതായ ആഡംബരങ്ങളൊന്നായി കുട്ടി കെട്ടിക്കൊണ്ടുവരുന്ന അനന്തത്തിന്റെ കല്യാണം ലോകം മാറുകൊണ്ട് നേരപ്പറിയാതെ ഞാനേ ആരംഭി കാശിക്കുന്ന മഴ വീഴുന്നതിനൂറും നേരത്തെ കുടിച്ചിടുവാനേ ആരംഭത്തോളം പുസ്തകാതിൽ മുഖം മാറുന്നുണ്ട് നേരപ്പറിയാതെ ഞാനേ ആരംഭി കാശിക്കുന്ന മഴ വീഴുന്നതിനൂറും നേരത്തെ കുടിച്ചിടുവാനേ സംസ്കൃത പമകരി ചക്ക തിങ്കിട പിടികിടവേ സംസാരി സരിഗമ പതികിട കളകുത താളം സംസ്കൃത മഹകരി തങ്ക തതികി തിങ്കിട പിടികിടവേ സംസാരി സരിഗമ പതികിട കളകുത താളം ലാ 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 Thank you.
I'm
കാലം വന്നാലെ നീലാകാശത്തെ നക്ഷത്ര കാവിൽ നിന്നാവേടാ Thank you. For excellent support.
കുട്ടിപ്പാട്ടിന്റെ പരിപാടി അടിപൊളി. What